പൂനിലാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി കെട്ടീരേ പറനിറയെ പൊന്നടക്കും പൗർണമിലാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി മലയാളികളും നരസിംഹരാജ്യത്തിലെ എല്ലാ ജനങ്ങളും ഈ പരിപാടിയിൽ വന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തകിലടിമേളം പുകിലൊടുവോണം പൊടിപ്പൂരം മാനം പുഞ്ചിരി തൂകും രാവിൽ കാണാ കളിയാട്ടം തിരുവാതിര കേടി തുടങ്ങി ಪ್ರದರ್ಶನ ಪಂದ್ಯವನ್ನ ಎನ್ಆರ್ಪುರ ಯಂಗ್ ಮೆನ್ಸ್ ಕ್ರಿಶ್ಚಿಯನ್ ಅಸೋಸಿಯೇಷನ್ ಇದರ ಆಶ್ರಯದಲ್ಲಿ ನಡೆಯುವಂತಹ ಓಣಂ ಹಬ್ಬದ ವಿವಿಧ ಕ್ರೀಡಾಕೂಟಗಳ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ವಾಲಿಬಾಲ್ ಪಂದ್ಯಾವಳಿಯ ಪ್ರದರ್ಶನ ಪಂದ್ಯದೊಂದಿಗೆ ಈಗ ಉದ್ಘಾಟನೆ ಮಾಡಲಿದ್ದೇವೆ. ಈ ಉದ್ಘಾಟನಾ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿರುವ ಸರ್ವರನ್ನು ಸ್ವಾಗತಿಸುತ್ತಾ ನಮ್ಮ YMCA ಆಶ್ರಯದಲ್ಲಿ ನಡೆಯುವ ಈ ಓಣಂ ಕಾರ್ಯಕ್ರಮದ ಫೈನಾನ್ಸ್ ಕಮಿಟಿಯ ಅಧ್ಯಕ್ಷರಾದಂತಹ ವಿಜಯ್ ಆಂಟೋನಿರವರು ವಾಲಿಬಾಲ್ ಕೋರ್ಟ್ ನಲ್ಲಿ ಟೇಪ್ ಕಟ್ ಮಾಡುವುದರ ಮುಖಾಂತರ ಈ ಕಾರ್ಯಕ್ರಮದ ಕೋರ್ಟ್ ಅನ್ನ ಉದ್ಘಾಟನೆ ಮಾಡಲಿದ್ದಾರೆ. ಸರ್ವರು ಚಪ್ಪಾಳೆಯೊಂದಿಗೆ ಈ ಉದ್ಘಾಟನಾ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಬೇಕಾಗಿ ವಿನಂತಿಸುತ್ತಾ ಆಂಟೋನಿ ಅವರು ದಯಮಾಡಿ തുടങ്ങി തിരുവോണത്തുമ്പികൾ തുള്ളി തിരുവുത്സവ പേരി മുടങ്ങി തിരുവാവണി മുറ്റമൊരുങ്ങി താളം തകിലടി മേളം പുകിലൊടുവോണം പൊടിപ്പൂരം
ചിരിയാനീടമൊരുക്കി പൊന്നോണം പാട്ട്. തിരുവോണം പുലരുമ്പോൾ പൂക്കളങ്ങൾ നിറയുമ്പോൾ മാവേലി എഴുന്നള്ളിയിടുന്നു. തിരുവോണം പുലരുമ്പോൾ പൂക്കളങ്ങൾ നിറയുമ്പോൾ മാവേലി എഴുന്നള്ളിയിടുന്നു. പാടി തിരുമേനി എഴുന്നള്ളിയിടുന്നു. താളം തകിലടി മേളം പുകിലൊടു ഓണം പൊടിപൂരം. മരിനെല്ലിനറിയാലെ സദ്യയൊരുക്കി ഇഴവാകിയ കോടിയുടുത്തു മലയാളി പെണ്ണ്. മരിനെല്ലിനറിയാലെ സദ്യയൊരുക്കി ഇഴവാകിയ കോടിയുടുത്തു മലയാളി പെണ്ണ്. മധുരങ്ങൾ പകരുമ്പോൾ മനമാകെ നിറയുമ്പോൾ ഹൃദയങ്ങളൊന്നായി ചേരുന്നു. മധുരങ്ങൾ പകരുമ്പോൾ മനമാകെ നിറയുമ്പോൾ ഹൃദയങ്ങൾ ഒന്നായി ചേരുന്നു. എന്നും ഹൃദയങ്ങൾ ഒന്നായി ചേരുന്നു. താളം തകിലടി മേളം പുകിലൊടു ഓണം പൊടിപൂരം. മാനം പുഞ്ചിരി തൂക്കും രാവിൽ കാണാൻ കളിയാട്ടം. തിരുവാതിര കേളി തുടങ്ങി തിരുവോണത്തുമ്പികൾ തുള്ളി. തിരുവാതിര കേളി തുടങ്ങി തിരുവോണത്തുമ്പികൾ തുള്ളി. തിരുവുത്സവപേരി മുഴങ്ങി തിരുവാവണി മുറ്റമൊരുങ്ങി. താളം തകിലടി മേളം പുകിലൊടു ഓണം പൊടിപൂരം. ಸೆಂಟ್ ಮೇರೀಸ್ ಚರ್ಚ್ ಬಸ್ತಿಮಠ ರೀಬಾ ಅಂಡ್ ಟೀಮ್ ರವರಿಂದ ಒಂದು ವೆಲ್ಕಮ್ ಡ್ಯಾನ್ಸ್. വന്നോടി പാടത്തും കടവത്തും കാഞ്ചീനെ കണ്ടില്ല. പെണ്ണവിടെ പോയിട്ടില്ലല്ലോ, പെണ്ണവിടെ പോയിട്ടില്ലല്ലോ.
ಪಾಪ ಯಾರಿಗೂ ಕೂಡ ನಿಲ್ಲಲಿಕ್ಕೆ ಕೂರ್ಲಿಕ್ಕೆ ಸ್ಥಳಾವಕಾಶ ಇಲ್ಲದಂತಹ ಸ್ಥಿತಿಯಲ್ಲಿ ಇವತ್ತು ನರಸಿಂಹರಾಜಪುರದ ಕ್ರೈಸ್ತ ಬಾಂಧವರು ನಾವಿಲ್ಲಿ ಒಟ್ಟುಗೂಡಿದ್ದೇವೆ. ಈ ಒಂದು ಭವ್ಯ ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟನಾ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದ್ರೆ ದಯಮಾಡಿ ಎಲ್ಲ ಚರ್ಚಿನ ಪ್ಯಾರಿಷನರ್ಸ್ ಅವರನ್ನ ಗುರುತಿಸಿ ದಯಮಾಡಿ ವೇದಿಕೆಯ ಮುಂಭಾಗಕ್ಕೆ ಕರೆತರುವ ಕೆಲಸವನ್ನ ಮಾಡಬೇಕು. ಯಾಕಂದ್ರೆ ಹಿಂದಿನಿಂದ ಅವರು ಬರ್ಲಿಕ್ಕೆ ಕೂಡ ಅವಕಾಶ ಇಲ್ಲ, ಅಷ್ಟೊಂದು ಜನಸಂದಣಿ ಆಗಿದೆ. എൻ്റെ പ്രത്യേക സ്നേഹിതനുമായ സണ്ണി എൻ പി അവർ, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട LF ചർച്ചിലെ കാത്തഡ്രൽ ചർച്ചിലെ വികാരിയച്ഛനും സംസ്ഥാന സമ്മേളനം എന്ന് തോന്നുന്നു. കാരണം ബാക്കി ആരും കൂടെ ഉള്ളിലോട്ട് വരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഞാൻ ഈ കാര്യത്തിലേക്ക് വന്നതിൽ എല്ലാവരും താല്പര്യത്തോടുകൂടി വന്നിരിക്കുകയാണ്. അതിന് ഞാൻ പ്രത്യേകം അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, നമുക്കറിയാം ഈ ഓണം എന്ന് പറഞ്ഞ് ഈ ആഘോഷം നടത്തുന്നതിനെ പറ്റി പറയുമ്പോൾ, ഞാൻ ഈ പ്രാസ്താവികമായിട്ട് പറയുമ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി എല്ലാവർക്കും നടത്തിയിരിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ പരിപാടികളുടെ അപ്പൊ ഇതിന്റെ അവസാനത്തെ പരിപാടിയാണ്, അട്ടക്കലാശമാണ്, ഒരു ഗ്രാൻഡ് ഫിനാലെയാണ് എല്ലാവർക്കും നടക്കാൻ പോകുന്നത്. അപ്പൊ അതിനെ പറ്റിയ ഒരു കാര്യപരിപാടികളുമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് YMCA എന്ന് ആദ്യം തന്നെ അറിയേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം ക്രിസ്തീയ ക്രൈസ്തവ സമുദായം അല്ലെങ്കിൽ വിഭാഗങ്ങളായിട്ട് നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50,000 സമുദായങ്ങളുണ്ടെന്നാണ് അതിനകത്ത് കാണിക്കുന്നത്. അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു 5,000 ഗ്രൂപ്പുകളായിട്ട് നമ്മുടെ ക്രിസ്തീയ വിശ്വാസികൾ മാറിപ്പോയിട്ടുണ്ട്, പല സമുദായങ്ങളായിട്ട് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ ഈ YMCA എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിവിടെ ഇത് നമ്മൾ ഫ്ലൂട്ട് ഓണ പരിപാടികളുടെ ഇത് നടത്തുമ്പോൾ നമുക്കത് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന പരിപാടിയിൽ പല ഭാഗങ്ങളിൽ നിന്നുള്ള പലരും പല കളറിലുള്ള പൂക്കളെ കൊണ്ടുവന്ന് അവിടെ അലങ്കരിച്ച് കഴിഞ്ഞപ്പോൾ അത് എത്രമാത്രം നല്ല പൂക്കളമായി എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതുപോലെ നമ്മൾ പല ക്രൈസ്തവ സമുദായത്തിലുള്ള എല്ലാ സഹോദരന്മാരും നമ്മൾ യേശുവിൽ ഒന്നാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടി ആ പരിപാടിയിൽ എല്ലാ പരിപാടികളിലും നമ്മുടെ സ്നേഹവും സമാധാനവും സന്തോഷവും പങ്കുവയ്ക്കുമ്പോഴാണ് അതിനർത്ഥം വരിക. അതുകൊണ്ടാണ് നമ്മൾ YMCA എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ ക്രൈസ്തവരെ കൂട്ടായ്മയും ഒന്നിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് തെളിയിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഈ ലോകമാകെയുള്ള സംഘടന, ലോകത്തെല്ലായിടത്തും ജോലി ചെയ്യുന്ന ഒരു സംഘടനയാണ് YMCA എന്ന് പറയുവാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ ജനിച്ചു വളർന്നാണ്, കന്നഡ പഠിച്ച ആളാണ്, ഈ മണ്ണിന്റെ ഭാഷയാണ് കന്നഡം. അപ്പൊ അതുകൊണ്ട് മലയാളത്തിൽ പറയുമ്പോൾ ഓണം നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ പറയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. അതിന്റെ സാഹിത്യമോ അല്ലെങ്കിൽ അതിന്റെ ഗ്രാമറോ ഒന്നും അത്ര കൃത്യമായിട്ട് പറയാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 4 കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഓണം നടത്തുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഓണം നടത്താന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഓണത്തിനെ പറ്റി നമുക്ക് പറയുമ്പോൾ നമ്മൾ എല്ലാ ഉപനിഷത്തുകളോ അല്ലെങ്കിൽ പുരാണങ്ങളിലോ രാമായണമോ മഹാഭാരതമോ ഒക്കെ എടുത്താല് അതിനകത്ത് രാമായണത്തിലും മഹാഭാരതത്തിലും പിന്നെ പുരാണങ്ങളിലുള്ള ഒരു കഥയായിട്ടാണ് നമുക്ക് ഒരു എന്താണ് അതിന് പറയുന്നത്, എവിടെയാണെങ്കിലും നാം ഒന്നുചേർന്ന് ആഘോഷിക്കുന്ന ഉത്സവം ഓണാഘോഷം. ഈ ഓണാഘോഷത്തിന്റെ ദിവസം നമ്മുടെ YMCA നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് ഓണം ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകളെ സ്നേഹത്തോടുകൂടെ ഞാൻ നേരുകയാണ്. പൂവിളികളൊക്കെ നിറപ്പുകൊണ്ടാകുന്ന ഒരു ഉത്സവം. പ്രിയപ്പെട്ടവരെ, പ്രകൃതിയുടെ സൗന്ദര്യം മനസ്സിന് കുളിർമ നൽകുന്ന ഈ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഓണാശംസകൾ നേരുന്നതോടൊപ്പം ഇതിന്റെ സംഘാടകർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്.
ജീവിക്കും കാലം ഇതാണ് നമുക്ക് ഓണം സ്നേഹം. സമത്വത്തിന്റെ സാഹോദര്യത്തിന്റേതായ ഒരു സ്നേഹമാണ് നമുക്ക് ഓണം നൽകുക. ಆಗಿನ ಸಂದರ್ಭದಲ್ಲಿ ನಮ್ಮ ಪಿತ್ರಾದಿಗಳು ಬಹಳಷ್ಟು ಮಣ್ಣಿನ ಜೊತೆಗೆ ಹೋರಾಡಿ ನಮ್ಮಲ್ಲಿ ಕೇರಳ ಸಮಾಜದಿಂದ ಒಂದು ನಮ್ಮ പുകിലൊടുവോണം പൊടിപൂരം മാനം പുഞ്ചിരി തൂക്കും രാവിൽ കാണാ കളിയാട്ടം ಸಿಜು ಅವರು ಹೇಳಿದಂತೆ 200 ಜನರ ಸಹಕಾರ, ಧನ ಸಹಾಯದ ಸಹಕಾರ ಪ್ರಥಮವಾಗಿ ನಮಗೆ ಅವರನ್ನು ನಾವು ನೆನೆಸಿಕೊಳ್ತೇವೆ. ಒಂದು ಓಣಂ ಡ್ಯಾನ್ಸ್, തിരുവാതിര ಡ್ಯಾನ್ಸ್. ആതിര കേളി തുടങ്ങി തിരുവോണത്തുമ്പികൾ തുള്ളി, തിരുവാതിര കേളി തുടങ്ങി തിരുവോണത്തുമ്പികൾ തുള്ളി, തിരുവുത്സവ ഭേരി മുഴങ്ങി തിരുവാവണി മുറ്റമൊരു Yeah.
തകിലടി മേളം പുകിലൊടുവോണം കൊടിപ്പൂരം. പൂപ്പൊലി പാടി വരുന്നുണ്ടേ, പൂപ്പാടം നിറയെ പൂക്കളം എഴുതാൻ ഓടി വരുന്നുണ്ടേ. ಸೆಲೆಬ್ರೇಷನ್ ಮಾಡಬೇಕು ಅಂತಕ್ಕಂಥ ಯೋಚನೆ ನಮ್ಮ ಮನಸ್ಸಲ್ಲಿ ಬರ್ತಾ ಇದೆ. ಯಾಕೆ ಓಣಂ ಆಚರಿಸಬೇಕು, OMCಯಿಂದ ಯಾಕೆ ಓಣಂ ಆಚರಿಸ್ತಾ ಇದ್ದೇವೆ ಅಂತಕ್ಕಂಥ ಮಾತುಗಳನ್ನ ಈಗಾಗಲೇ ಬಿಜೆಪಿಯವರು, ನಮ್ಮ ಈ ಚರ್ಚಿನ ಫಾದರ್ ಇನೋವರು ಹಾಗೂ ನಮ್ಮ ಕನ್ವೀನರ್ ಆದಂಥ EC ಜೋಳಿಯವರು ಎಲ್ಲ ಸವಿಸ್ತಾರವಾಗಿ ನಿಮ್ಮ ಮುಂದೆ ಹೇಳಿದ್ದಾರೆ. ಹಾಗಾಗಿ ನಾನು ಮತ್ತೆ ಅದನ್ನು ರಿಪೀಟ್ ಮಾಡಲಿಕ್ಕೆ ಹೋಗೋದಿಲ್ಲ. ನನಗೆ ಒಂದು ಅನೌನ್ಸ್ಮೆಂಟ್ ನಾನು ಮಾಡಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತೇನೆ ಸ್ನೇಹಿತರೆ. ಏನಂದ್ರೆ, ಕಳೆದ ವರ್ಲ್ಡ್ ಕಪ್ T20 ವರ್ಲ್ಡ್ ಕಪ್ನಲ್ಲಿ ವರ್ಲ್ಡ್ ಕಪ್ ಮುಗಿದ ನಂತರ ನಮ್ಮ ವಿರಾಟ್ ಕೊಹ್ಲಿ ಒಂದು ಅನೌನ್ಸ್ಮೆಂಟ್ ಮಾಡಿ, ಅದೇ ರೀತಿ ನಾನು ಕೂಡ ಒಂದು ಅನೌನ್ಸ್ಮೆಂಟ್ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ಇದು ನನ್ನ ಅಧ್ಯಕ್ಷರ ಅವಧಿಯ ಕೊನೆಯ ಸೆಲೆಬ್ರೇಷನ್. ಮುಂದಿನ ವರ್ಷಕ್ಕೆ ಹೊಸ ತಂಡ ಅಧಿಕಾರ ವಹಿಸಿಕೊಂಡು ಈ ಕಾರ್ಯಕ್ರಮಗಳನ್ನ ಮುಂದುವರಿಸ್ತಾರೆ. ನಾನು, ಸಿಜು, ನಮ್ಮ ಈ ತಂಡ ಎಲ್ಲ ತಂಡ ಅವರೊಟ್ಟಿಗೆ ಇರ್ತೇವೆ, ಕೈ ಜೋಡಿಸ್ತೇವೆ. ನಿಮ್ಮೆಲ್ಲರ ಸಹಕಾರ ಹೀಗೆ ಇರಲಿ. ಇನ್ನೂ ಹೆಚ್ಚಿನ ಕ್ರೀಡಾಕೂಟಗಳನ್ನ ಅಥವಾ ಸಂಜೆ ಏನು ರಸ ಮಂಜರಿ ಕಾರ್ಯಕ್ರಮಗಳಿರ್ಬೋದು, ಇದೆಲ್ಲವನ್ನ ನಾವು ಮುಂದೆ ಆಯೋಜನೆ ಮಾಡಬೇಕಂತಕ್ಕಂಥ ಯೋಚನೆ ಇದೆ. ಹಾಗಾಗಿ ನಿಮ್ಮೆಲ್ಲರನ್ನು ಮತ್ತೊಮ್ಮೆ ನಾನು ವಂದಿಸ್ತಾ ನನ್ನ ಎರಡು ಮಾತುಗಳನ್ನು ಮುಗಿಸ್ತೇನೆ. ಲಾಂಗ್ YMC ಅಧ್ಯಕ್ಷರಾದ ಶ್ರೀ MP ಸಂಘಗಳಿಗೆ ನಮ್ಮ ನಿಮ್ಮಗಳ ಪರವಾಗಿ ವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಿದ್ದೇನೆ. ಅದೇ ರೀತಿ ಕಾರ್ಯಕ್ರಮವನ್ನು ಅತ್ಯಂತ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಉದ್ಘಾಟನೆ ಮಾಡಿ ಯಶಸ್ವಿಗೊಳಿಸಿಕೊಟ್ಟ ಫಾದರ್ ಟಿನೋರ್ ಅವರಿಗೂ ಕೂಡ YMC ಪರವಾಗಿ ಹಾಗೂ ನಮ್ಮ ನಿಮ್ಮಗಳ ಪರವಾಗಿ ವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಿದ್ದೇನೆ. തിരുവോണം പുലരുമ്പോൾ പൂക്കളങ്ങൾ നിറയുമ്പോൾ മാവേലിയിടുന്നള്ളിയിടുന്നു. തിരുവോണം പുലരുമ്പോൾ പൂക്കളങ്ങൾ നിറയുമ്പോൾ മാവേലിയിടുന്നള്ളിയിടുന്നു. നാടിൻ തിരുമേനിയിടുന്നള്ളിയിടുന്നു. താളം തകിലടി മേളം പുകിലൊടുവോണം പൊടിപ്പൂരം. മരിതല്ലിന്നറിയാലെ സദ്യയൊരുക്കി ഇഴവാകിയ കോടിയുടുത്തു മലയാളി പെണ്ണ്. മരിതല്ലിന്നറിയാലെ സദ്യയൊരുക്കി ഇഴവാകിയ കോടിയുടുത്തു മലയാളി പെണ്ണ്. മധുരങ്ങൾ പകരുമ്പോൾ മനമാകെ നിറയുമ്പോൾ ഹൃദയങ്ങൾ ഒന്നായി ചേരുന്നു. മധുരങ്ങൾ പകരുമ്പോൾ മനമാകെ നിറയുമ്പോൾ ഹൃദയങ്ങൾ ഒന്നായി ചേരുന്നു. എന്നും ഹൃദയങ്ങൾ ഒന്നായി ചേരുന്നു. താളം തകിലടി മേളം പുകിലൊടുവോണം പൊടിപ്പൂരം. മാനം പുഞ്ചിരി തൂക്കും രാവിൽ കാണാം കളിയാട്ടം. തിരുവാതിര കേളി തുടങ്ങി തിരുവോണത്തുമ്പികൾ തുള്ളി. തിരുവാതിര കേളി തുടങ്ങി തിരുവോണത്തുമ്പികൾ തുള്ളി. തിരുവുത്സവപേരി മുഴങ്ങി തിരുവാവണി മുറ്റമൊരുങ്ങി. താളം തകിലടി മേളം പുകിലൊടുവോണം പൊടിപ്പൂരം. മാനം പുഞ്ചിരി തൂക്കും രാവിൽ കാണാം കളിയാട്ടം.
പൂപ്പാടം അഴകിൻ പാൽക്കടല പല നിറയെ പൊന്നടക്കും പൗർണമിയാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടല പല നിറയെ പൊന്നടക്കും പൗർണമിയാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി
വന്നു പതിച്ച പോലെ മാറി കോരി തരിച്ച് അടിച്ച സാനം കേറി പിടിച്ച് വെറുതെ ഓർത്ത് ചിരിച്ച് ചിരിച്ച് പിടിവിടാതെ 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 പൊരുത് മുറുക്കും താളം കനത്ത് ഉൽക്ക വന്നു പതിച്ച പോലെ മാറി കോരി തരിച്ച് അടിച്ച സാനം കേറി പിടിച്ച് വെറുതെ മടക്കടാ മീശ പിരിക്കടാ എന്റെ ചുവട് നീ കണ്ടുപിടിക്കടാ മുണ്ട് മടക്കടാ മീശ പിരിക്കടാ തൊണ്ട കീറി നീ ആർപ്പ് വിളിക്കടാ മുണ്ട് മടക്കടാ മീശ പിരിക്കടാ എന്റെ ചുവട് നീ കണ്ടുപിടിക്കടാ മുണ്ട് മടക്കടാ മീശ പിരിക്കടാ തൊണ്ട കീറി നീ ആർപ്പ് വിളിക്കടാ നാലും കൂട്ടി മുറുക്കെ പാറ്റി തുപ്പി ചോന്നു തെച്ചി കതിന പൊട്ടി വടക്കെ ചെണ്ട താളം കനത്തെ നെഞ്ചിലോളം പെരുത്തെ ഓണ തല്ലി നാള് കൂടി മുണ്ട് പറച്ച് മലത്തെ 100 പൊരട്ടി ചുരുട്ടെ നാലും കൂട്ടി മുറുകെ പാറ്റി തുപ്പി ചോന്നു തെച്ചി കതിന പൊട്ടി വടക്കെ മുണ്ട് മടക്കടാ മീശ പിരിക്കടാ എന്റെ ചുവട് നീ കണ്ടുപിടിക്കടാ മുണ്ട് മടക്കടാ മീശ പിരിക്കടാ തൊണ്ട കീറി നീ ആർപ്പ് വിളിക്കടാ മുണ്ട് മടക്കടാ മീശ പിരിക്കടാ എന്റെ ചുവട് നീ കണ്ടുപിടിക്കടാ മുണ്ട് മടക്കടാ മീശ പിരിക്കടാ തൊണ്ട കീറി നീ ആർപ്പ് വിളിക്കടാ പൂവിനുള്ളം ചിരിതൂകിക്കൊണ്ടേ പെയ്യും ചിങ്ങപ്പെണ്ണിൻ കണ്ണിൽ കുളിരോണം തേലിക്കാലം മാറിപ്പൂവിനുള്ളം ചിരിതൂകിക്കൊണ്ടേ പെയ്യും ചിങ്ങപ്പെണ്ണിൻ കണ്ണിൽ കുളിരോണം തേലിക്കാലം പറന്നെല്ലും നേരും ചേരും നേരം ഓണക്കൂടത്തപ്പ ചെറുപൂവിൽ മെല്ലിപ്പൂവും ചൂടി നിന്നെ കാണാലോ ഇരുമുറ്റത്തെത്തുമ്പോൾ മാറിപ്പൂവിനുള്ളം ചിരിതൂകിക്കൊണ്ടേ പെയ്യും ചിങ്ങപ്പെണ്ണിൻ കണ്ണിൽ കുളിരോണ പീലിക്കാലം നാടിൻ തിരുനാളിൽ പൂവേ പൊലി ഉയരുന്നു പൂമ്പാട്ടിൻ താളമുണർത്തും ആലോകർ വരവായി നാടിൻ തിരുനാളിൽ
പൂവേപ്പൊലി ഉയരുന്നു പൂമ്പാട്ടിൻ ರೋಮಾಂಚನಕಾರಿಯಾದಂತಹ ಕನ್ನಡ ಕ್ರೀಡೆಗಳನ್ನು ಉಚ್ಚಿಕೊಳ್ಳಲಿಕ್ಕಾಯಿತು. ಏನು ನಾವೇನು ಹಿರಿಯ ಸ್ನೇಹದ ಆಟಗಳನ್ನು ಕಲಿತಿದ್ದೇವೆ, ಅದೇ ರೀತಿಯಲ್ಲಿ ಎಲ್ಲರೂ ಕೂಡ ಸೌಹಾರ್ದತೆಯನ್ನು ಕೂಡ ಈ ಭಾಗದಲ್ಲಿ ಕಲಿತಿದ್ದೇವೆ. ನಾವು ಕನ್ನಡ ನಾಡಿನಲ್ಲಿ ಹುಟ್ಟಿ ಕನ್ನಡಿಗರಾಗಿ ಬದುಕುತ್ತಾ ನಮ್ಮ ಭಾಷೆಯನ್ನು ಮಾತನಾಡುವಂತಹ ನಮ್ಮ ಸಂಸ್ಕೃತಿಯನ್ನು ಕೂಡ ಎತ್ತಿಡುವಂತಹ ಕೆಲಸವನ್ನು ನಾವು ಮಾಡಿದ್ದೇವೆ. ಹಾಗಾಗಿ ಎಲ್ಲ ನಮ್ಮ ಕ್ರೈಸ್ತ ಬಾಂಧವರ ಮತ್ತು ಎಲ್ಲ ನಮ್ಮ ಸಮಾಜದ ಸಮಾಜ ವಿಶೇಷವಾಗಿ ಕ್ರೀಡಾಂಗಣದಲ್ಲಿ ಕ್ರೀಡಾಕೂಟವನ್ನು ನಡೆಸಿಕೊಂಡಂತಹ ಸಿಮೋನ್ ಇರಬಹುದು, ಜೇಮ್ಸ್ ಮತ್ತು ಅವರ ತಂಡ ಇರಬಹುದು. ಆ ತಂಡದಲ್ಲಿ ಅನೇಕ ಇದ್ದಾರೆ. ನಾನು ಎಲ್ಲರ ಹೆಸರನ್ನು ಕೂಡ ಇಲ್ಲಿ ಕರೆದಿರಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತಾ ಇದ್ದೇನೆ. ಕ್ರೀಡೆ ಅಂತ ಹೇಳಿದ್ರೆ ನಮ್ಮ ದೈಹಿಕ ಸಾಮರ್ಥ್ಯವನ್ನ, ಮಾನಸಿಕ ಆರೋಗ್ಯವನ್ನ ಹೆಚ್ಚಿಸುವಂತ, ಸಾಮಾಜಿಕ ಸಂಬಂಧವನ್ನ ಬೆಸೆಯುವಂತ ಕ್ರೀಡೆ. ಹಾಗಾಗಿ ಕ್ರೀಡೆಯನ್ನ ಯಾವತ್ತು ಮಾನಸಿಕ ಮತ್ತು ಸಾಮಾಜಿಕವಾದಂತಹ ಕಾರ್ಯಕ್ರಮವಾಗಿ ನಾವು ಅದನ್ನು ಬೆಳೆಸಬೇಕು. ಕ್ರೀಡೆ ನಮ್ಮ ಸಂಸ್ಕೃತಿ ಆಗಬೇಕು. ವಾಲಿಬಾಲ್ ಇರ್ಬೋದು, ಎಲ್ಲ ಆಟಗಳು ಕೂಡ ದೈಹಿಕವಾದಂತಹ ಚಟುವಟಿಕೆಗಳನ್ನು ಮಾಡೋದ್ರ ಮುಖಾಂತರ ನಾವು ಒಂದು ಆರೋಗ್ಯಪೂರ್ಣವಾದಂತಹ ಸಮಾಜವನ್ನು ನಿರ್ಮಾಣ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಗುತ್ತೆ. ಆ ನಿಟ್ಟಿನಲ್ಲಿ ಇವತ್ತು ನಡೆದಂತಹ ಕ್ರೀಡಾಕೂಟ ಇವತ್ತು ಕ್ರೀಡಾ ಸಂಸ್ಕೃತಿಯನ್ನು ನಮ್ಮ ನರಸಿಂಹರಾಜಪುರದ ಕ್ರೈಸ್ತ ಬಾಂಧವರಿಂದ ಬೆಳೆಸಲಿಕ್ಕೆ ಪ್ರೋತ್ಸಾಹ ಆಗಿ ಈ ಸಂದರ್ಭದಲ್ಲಿ ಕರೆಕೊಡ್ತಾ ಇದ್ದಾರೆ. ಹಾಗಾಗಿ ಎಲ್ಲ ಕ್ರೀಡಾಪಟುಗಳಿಗೆ ವಿಶೇಷವಾಗಿ ತುಂಬಾ ರೋಮಾಂಚನಕಾರಿಯಾಗಿ ಆಟ ಆಡಿದಂತ ಎಲ್ಲರಿಗೂ ಕೂಡ ನಾನು ಪೂರ್ವಕವಾದಂತಹ ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸಿ ಇವತ್ತಿನ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಬಹುಮಾನ ವಿತರಣೆಯೊಂದಿಗೆ ಮುಕ್ತಾಯ മത്സരങ്ങൾ നടത്തുകയും നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക വാക്ക് പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ആദ്യമായിട്ട് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അന്ന് 400 പേര് തുടങ്ങിയതാണെന്ന് ഞാൻ അറിയുവാനിടയായി. ഇന്ന് 3500 ആളുകളോളം നമുക്ക് ഇവിടെ ഒരുമിച്ച് കൂടുവാനായിട്ട് സാധിച്ചു. ഇനി ഇത് മുമ്പോട്ട് നല്ല രീതിയിൽ പോകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇതിന്റെ സംഘാടകർക്ക് YMCAയുടെ സംഘാടകർക്ക് എന്റെ വ്യക്തിപരമായ പേരിൽ ഇവിടെയായിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് വിജയികളായ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ಪಂದ್ಯಾವಳಿಯಲ್ಲಿ ಒಟ್ಟು 12 ತಂಡಗಳು ಭಾಗವಹಿಸಿತ್ತು. ತಂಡ
15,000 ನಗದು ಹಾಗೂ ಆಕರ್ಷಕ ಟ್ರೋಫಿ ಪಡೆದಿರ್ತಕ್ಕಂತಹ ಸೈಂಟ್ ಪಾಲ್ ದೀಪ್ತಿ ಶಾಲೆಯ ಹಿಂಭಾಗದಲ್ಲಿ ರಸ್ತೆಗೆ ಅಡ್ಡಲಾಗಿ ನಿಂತಿರ್ತಕ್ಕಂಥ ವಾಹನವನ್ನು ತೆಗೆಯಬೇಕು ಅಂತ ಹೇಳ್ತಾರೆ. ನಮ್ಮ ತೀರ್ಪುಗಾರ ದಯವಿಟ್ಟು ವೇದಿಕೆಯನ್ನು ಹಾಕಿ ಬನ್ನಿ. ಗೆದ್ದಂತ ತಂಡಗಳು ಸ್ವಲ್ಪ ಧನ್ಯವಾದ ಹೇಳ್ಬೋದು. ಯಾಕೆಂದ್ರೆ ಅವರು ಒಂದು 10 ದಿವಸದಿಂದ ಹೇಳ್ತಾರೆ, ಅಣ್ಣ ನಾನು ಮಳೆಯನ್ನ ನಿಲ್ಲಿಸಿದ್ದೀನಿ, ಯಾವ ಕಾರಣಕ್ಕೂ ಮಳೆ ಬರಲ್ಲ, ನೀವು ತಲೆಗೆಡ್ಸ್ಕೊಬೇಡಿ. ನಮ್ಮ ಉಪಾಧ್ಯಕ್ಷರು ಒಂದು ಒಳ್ಳೆ ಧೈರ್ಯವನ್ನು ಕೊಟ್ಟರು. ಹಾಗಾಗಿ ಅವರಿಗೂ ಕೂಡ ಈ ಸಂದರ್ಭದಲ್ಲಿ ಧನ್ಯವಾದ ಹೇಳ್ತೇನೆ. ಒಬ್ಬ ವ್ಯಕ್ತಿ ಏನೂ ಮಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ಇಷ್ಟು ದೊಡ್ಡ ಕಾರ್ಯಕ್ರಮವನ್ನು ನಾವು ಯಶಸ್ವಿಯಾಗಿ ಮಾಡಿ ಮುಗಿಸಿದೀವಿ ಅಂತಂದ್ರೆ ಅದಕ್ಕೆ ಎಂದೋ ಪಿ ಅವರಂತೂ ಭಾರಿ ನೆನೆಸ್ಕೋಬೇಕು. ಯಾಕಂದ್ರೆ ಇವತ್ತು ಮಧ್ಯಾಹ್ನ ಮಾಡಿದ ಅಡಿಗೆಗೆ ಅವರು ಎಷ್ಟು ಶ್ರಮ ಹಾಕಿದ್ದಾರೆ ಅಂದ್ರೆ ಅದು ಸಾಧಾರಣ ಯಾಕೆ ಆಗೋದಿಲ್ಲ. ಅವರ ಪ್ರತಿಭೆ ಅಥವಾ ನಾನು ಇಲ್ಲಿ ಯಾರನ್ನೂ ಹೆಚ್ಚು ಕಮ್ಮಿ ಅಂತ ಹೇಳಲ್ಲ, ಆದ್ರೆ ಈ ಊಟದ ವಿಚಾರ ಸ್ವಲ್ಪ ರಿಸ್ಕ್ ಇರ್ತಕ್ಕಂಥ ವಿಚಾರ. ಅದು ಸ್ಪೋರ್ಟ್ಸ್ ನರ್ಸಷ್ಟು ಸುಲಭ ಅಲ್ಲ. ಹಾಗಾಗಿ ನಿನ್ನೆ ರಾತ್ರಿ ನಾನು 11 ಗಂಟೆಗೆ ನಾನು ಅಲ್ಲಿ ಹಾಲಲ್ಲಿದ್ದೆ. ಅವ್ರ ಪಾಪ ಹುಡುಗರನ್ನೆಲ್ಲ ಕಟ್ಕೊಂಡು ನಾವು ಉಪಾಧ್ಯ. It's a great moment. We are present to the members of each and every family. Okay, this is the great evening. This done by only the spirit, mental and body. ಮನುಷ್ಯನಲ್ಲಿ ಸ್ಪಿರಿಚುವಲ್ ಒಂದು ದೇವರ ಗ್ರಂಥ. ಇನ್ನೊಂದು ಅನ್ನೋ ರೀತಿಯಲ್ಲಿ ತೋರಿಸುವಂತ ಕಾರ್ಯಕ್ರಮಗಳು, ಅನೇಕ ಕಾರ್ಯಕ್ರಮಗಳು ಮಾಡಿ ನಮ್ಮನ್ನು ಒಟ್ಟುಗೂಡಿಸುವಂತ ನಮ್ಮ ಅಧ್ಯಕ್ಷರು MP ಸನ್ನಿ ಅವರೇ. ಹಾಗೆ ನನಗನ್ಸುತ್ತೆ ಬೆಳಗ್ಗೆ ಮುಂದಕ್ಕೆ ಯಾವುದೇ ಕಾರ್ಯಕ್ರಮ ಕೊಟ್ಟರು ನಾವು ಆ ತರ ಮಾಡ್ಬೋದು ಅನ್ನೋ ಧೈರ್ಯ ನಮಗೆ ಬಂತು. ತೊಂದರೆ ಇಲ್ಲ. ತುಂಬಾ ಥ್ಯಾಂಕ್ಸ್. ಇದೇ ತರ ತಾವುಗಳಂತೂ ಸಹಕಾರ ಯಶಸ್ವಿಯಾದ ಅಧ್ಯಕ್ಷನಾಗಲು ಕಾರಣ ಪೌಳಿ ಕೆಜಿ ಅವರೇ. ಯಾಕೆ ಅಂದ್ರೆ ಒಂದು ವುಡನ್ ಕೋರ್ಟ್ ಮಾಡಬೇಕಾದ್ರೆ ಅದಕ್ಕಿಂತ ಮುಂಚೆ ಫೌಂಡೇಶನ್ ಬೇಕು. ಅದಕ್ಕೆ ಪೌಳಿ ಕೆಜಿ ಅವರ ಸಹಕಾರ ತುಂಬ ಹೃದಯದ. ಅವರು ಇವತ್ತಿಗೂ ನಮ್ಮ ಎಲ್ಲ ಸಹ್ಯಾದ್ರಿ ಸ್ನೇಹಿತರ ಬಳಗದ YMCA ಆಚರಣೆ ಮಾಡುವಂತ ಓಣ ಹಬ್ಬದಲ್ಲಿ ನಾವೇನು ದೀಪ್ತಿ ಶಾಖಾ ಆವರಣದಲ್ಲಿ ಮತ್ತು ಎಲ್ಲರ ಸಮುದಾಯ ಭವನದಲ್ಲಿ ಮಾಡ್ಕೊಂಡು ಬಂದಂತ ಕಾರ್ಯಕ್ರಮ ನಾವೇನು YMCA ನಾಯಕತ್ವ ಇರ್ಬೋದು ಅಥವಾ ಅನೇಕ ಸಮಿತಿಗಳನ್ನು ರಚನೆ ಮಾಡಿದ್ದೀವಿ. ಇದರೆಲ್ಲರ ಮಧ್ಯದಲ್ಲೂ ಕೂಡ ನಮಗೆ ಯಾರು ತನು ಮನ ಧನ ಸಹಾಯವನ್ನ ಮಾಡಬೇಕಾದ್ರೆ ನಾವಿಲ್ಲಿ ಕರೆದಿರೋರು ಎಲ್ಲರೂ ಕೂಡ ನಮಗೆ ಧನ ಸಹಾಯವನ್ನ ಮಾಡಿದವರು. ನಮ್ಮೊಟ್ಟಿಗೆ ಹಗಲು ರಾತ್ರಿ ಕ್ರಮದಲ್ಲಿ ಅವರಿಗೆ ನಮಗೆ ಬರ್ತಾರೆ ಅಂತ ನಂಬಿಕೆ ಏನಿಲ್ಲ, ಆದ್ರೆ ಬಂದಿದ್ದಾರೆ. ಅವರಿಗೆ ನಾವು ಈ ಸನ್ಮಾನವನ್ನ ನಾವು ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಇಷ್ಟಪಡ್ತೇನೆ. ಹಾಗಾಗಿ ಅವರಿಗೆ ನಾನು ವಿಶೇಷವಾದಂತ ಧನ್ಯವಾದವನ್ನ ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳ್ತೇನೆ. ಸ್ವಾಗತವನ್ನು ಕೂಡ ಬಯಸ್ತಾ ಇದ್ದೇನೆ. ಹಾಗಾಗಿ ನೀವೆಲ್ಲರೂ ಸೇರಿ ನಾವೆಲ್ಲ ಅವರಿಗೆ ಸನ್ಮಾನವನ್ನು ಮಾಡೋಣ. ಒಂದು ನಿಮಿಷ ಹೇಳ್ತೀನಿ. ಅವರಿಗೆ ಗೌರವ ಕೊಡುವಂತ ಕಾರ್ಯಕ್ರಮ. ನಾನು ಯಾವಾಗಲೂ ಜೋಡಿಸೋದವ್ರನ್ನ ಮಾಡುವಾಗ ನಾನು ಫೋನಲ್ಲಿ ವಿಡಿಯೋ ಕಾಲ್ ಮಾಡಲ್ಲ. ಅದು ಕೂಡ ಹಾಗೆ ಜೋಡಿಸನ್ ಸರ್ ನಮಸ್ತೆ ಅಂತ ಹಿಂಗ್ ಮಾಡ್ತೀನಿ. ಇವತ್ತು ಕೂಡ ಅವ್ರಿಗೆ ಹಂಗೆ ತಲೆಬಾರ್ದೆ. ನಮ್ಮ ಹೆಮ್ಮೆಯ ಬೆಳಕ್ಬೇಡಿ, ಸ್ವಲ್ಪ ಬೆಳಕ್ಬೇಡಿ, ಸ್ವಲ್ಪ ಒಂದು ಆಗಮನಕ್ಕೆ ನಿಮಗೆ ಥ್ಯಾಂಕ್ಸ್ ಅನ್ನ ಹೇಳ್ತಾ ಸ್ವಾಗತವನ್ನ ಮಾಡ್ತಾ ಒಂದೆರಡು ಮಾತನಾಡಲಿಕ್ಕೆ ಅವರಿಗೆ ಅವಕಾಶವನ್ನು ಕೊಡ್ತಾ ಇದ್ದೇವೆ. ಒಂದೆರಡು ಮಾತುಗಳನ್ನ ಅದು ಮುಂಚಿತವಾಗಿ ನಮ್ಮ ಈ ವೇದಿಕೆಯಲ್ಲಿ ಕೂತಿರ್ತಕ್ಕಂಥ ಅಥವಾ ನಮ್ಮ ಈ ಒಂದು ಆವರಣದಲ್ಲಿ ಕೂತಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ಒಂದು ಹಿರಿಯರ ಮಾರ್ಗದರ್ಶನ ಇತ್ತು. ನಾನು ಓದಿದ್ದು ಸೆಂಟ್ ಜೋರ್ಜ್ ಸ್ಕೂಲು, ಆಮೇಲೆ ದೀಪ್ತಿ ಹೈಸ್ಕೂಲು ಮತ್ತು ಸೆಕ್ರೆಡ್ ಆರ್ಟ್ ಶಿವಮೊಗ್ಗ ATNCC, ಅಲ್ಲಿಂದ ಮತ್ತೆ ನಾನು ಎಕ್ಸಾಮ್ ಪಾಸ್ ಆಗಿ ಆರ್ಮಿನಲ್ಲಿ ಜಾಯ್ನ್ ಆಗಿದ್ದೆ.
ಇವರ ನಮ್ಮ ಒಂದು ಹಿರಿಯರ ಮಾರ್ಗದರ್ಶನ ಇಲ್ಲದೆ ಇದ್ದಿದ್ರೆ ಈ ಒಂದು ಪೊಸಿಷನ್ ಈಗ ನಾನು ಕರ್ನಲ್ ಆಗಿದ್ದೇನೆ ತನಕ ಮುಟ್ಟುವಂಥ ಒಂದು ಚಾನ್ಸಸ್ಸು ಇರಲಿಲ್ಲ ಅನ್ನೋದು ಅದು ನಿಮಗೆ ತಿಳಿದಂಥ ವಿಷಯ. ಯಾವುದೇ ಒಬ್ಬ ಮಗು ಆದರೂ ಅವನ ಆ ಒಂದು 10 ರಿಂದ 20 ವರ್ಷದ ವಯಸ್ಸಿನ ಆ ಒಂದು ಮಾರ್ಗದರ್ಶನ ಏನಿರುತ್ತೆ, ಯಾರು ಒಂದು ಸಹಿ ಗೈಡ್, ಇವರೆಲ್ಲ ನಮಗೆ ಗೈಡ್ ಮಾಡಿದ್ರು ಆ ಟೈಮಲ್ಲಿ. ನೋಡೋ, ಇಲ್ಲಿದ್ರೆ ಬರೀ ಗಣಸು ಅದು ಇದು ಸೂರ್ಯನಗಡ್ಡೆನೆ ನಡ್ತಾ ಇರ್ತೀಯ. ಫ್ರೆಶ್ ವೈಟ್ ಕ್ಯಾಟ್ರಸ್ ಅಂತ ಹೇಳಿ ಹೊಸದಾಗಿ ಅವರು ಪ್ರಾರಂಭ ಮಾಡಿದ್ದಾರೆ. ನಾವು ಆ ಕಾರ್ಯಕ್ರಮವನ್ನು ಮಾಡಿದಾಗ ಓಣಂ ಹಬ್ಬದ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಅಡಿಗೆ ಮಾಡೋದ್ರ ಬಗ್ಗೆ ಭಾರಿ ಚರ್ಚೆ ಮಾಡಿದ IBಯಲ್ಲಿ ಒಂದು മീറ്റിംഗ് അನ್ನು ಕೂಡ കರೆದಿದ್ದು. ബോസ് കുറച്ചുകൂടെ പറയാനുണ്ട്. എന്നാലും ഞാനും സണ്ണിച്ചേട്ടനും ഉച്ചയ്ക്ക് വർത്താനം പറഞ്ഞു. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് വിളമ്പിയ ഒരു ചരിത്രമാണ് ഇന്ന് ബഷീർക്ക് ഇവിടെ ഉണ്ടാക്കിയത്. അതിന് ബഷീർക്ക് ഇങ്ങോട്ട് മുഖ്യ കാരണക്കാര് അഭിലാഷ് മാളിക്കലാണ്. നമ്മള് അഭിലാഷ് മാളിക്കിനെ ഒരിക്കലും മറക്കാൻ പാടില്ല. പൊന്നാട് അണിയിക്കുകയാണ്. ബഷീർക്കായ്ക്കും ബഷീർക്കാരുടെ ടീമിനും ഞങ്ങള് എല്ലാ രീതിയിലെ